യൂത്ത് ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി.പി. അഷ്റഫ് അലിയാണ് ഇന്ന് നമുക്കൊപ്പം ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത്. നമസ്കാരം ശ്രീ അഷ്റഫ് അലി, ഗുഡ് മോർണിംഗ്, സ്വാഗതം. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ശ്രീ അഷ്റഫ് അലി, നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അത് നിലമ്പൂർ തന്നെയാണ്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യുകയും ഏറ്റവും വലിയ പോരാട്ടമൊക്കെ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞു നിലമ്പൂർ. ഇപ്പോൾ സ്ഥാനാർത്ഥി ചിത്രമൊക്കെ തെളിഞ്ഞു, 19 പേർ. ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധനയൊക്കെയാണ് പത്രികകളുടെ. ഈ വലിയ മത്സരം അവിടെ നടക്കും എന്നൊരു പ്രതീതി ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. ഒരു ചതുഷ്കോണ മത്സര ഫീലൊക്കെ വരുന്നുണ്ട്. എത്രത്തോളമാണ് UDF ക്യാമ്പിൻ്റെ പ്രതീക്ഷ, ലീഗിൻ്റെ പ്രതീക്ഷ? അതിൽ നിന്നും തുടങ്ങാം നമുക്ക്. 100% പ്രതീക്ഷയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ഇവിടുത്തെ നിലവിലുള്ള MLA രാജിവെച്ച സമയം മുതൽ തന്നെ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങി. അതിനു മുൻപേ തന്നെ ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു തവണ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വീടുകളും കയറി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന 263 ബൂത്തുകളിലായി ഞങ്ങളുടെ പ്രവർത്തകർ നൽകി കഴിഞ്ഞു. ആ വിധത്തിലേക്കുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷൻ ഇന്നലെ കഴിഞ്ഞു. വലിയ ഒരു കൺവെൻഷനാണ് ഇവിടെ കഴിഞ്ഞത്. ഇന്ന് പോത്തുകലിൽ വെച്ച് സ്ഥാനാർത്ഥിയുടെ പര്യടനം ആരംഭിക്കുകയാണ്. എല്ലാം കൊണ്ടും വളരെ ബഹുദൂരം UDF ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഉജ്ജ്വലമായൊരു വിജയം UDFന് നിലമ്പൂരിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഒരു സംശയവുമില്ല. ശ്രീ അഷ്റഫ് അലി, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ വിവാദങ്ങൾ കൂടി വിട്ടൊഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംസാരിച്ച അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഇന്നലെ UDFന്റെ കൺവെൻഷൻ നടന്നത്. ഈ പറഞ്ഞതുപോലെ പിന്നീട് കണ്ടത് ഈ തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും അതിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ സാദിഖ് അലി തങ്ങളും മുനവർ അലി തങ്ങളും സ്ഥലത്തില്ല. പിന്നെ ഉള്ളത് അബ്ബാസ് അലി തങ്ങളാണ്. അദ്ദേഹത്തെ വിളിക്കാൻ ഇവർ വിട്ടുപോവുകയും ചെയ്തു. നമുക്കറിയാവുന്ന പോലെ ഈ പാണക്കാട് കുടുംബത്തിനും ആര്യാടൻ കുടുംബത്തിനും ഇടയിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത് ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിട്ടുനിൽക്കൽ ഉണ്ടായാൽ അത് ചർച്ചയാകുമെന്നും ഇത്തരത്തിൽ ഈ എതിരാളികൾ അതിനെ പറഞ്ഞ് വലുതാക്കാൻ ശ്രമിക്കുമെന്നും ഒക്കെയുള്ള ബോധമുള്ളപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിട്ടുപോകൽ ഇക്കാര്യത്തിൽ ഉണ്ടായത്? ഈ ലീഗിൻ്റെ ഭാഗത്തു നിന്നാണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, അതോ കോൺഗ്രസിനൊരു ശ്രദ്ധക്കുറവ് ഈ വിഷയത്തിലുണ്ടായോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അല്ല, UDF എന്ന് പറയുന്നത് ലീഗും കോൺഗ്രസും ഉൾപ്പെടെ വിവിധങ്ങളായ കക്ഷികളുടെ ഒരു ഏകോപനമാണല്ലോ. ഇന്നലത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് AICCയുടെ ജനറൽ സെക്രട്ടറി ഏറ്റവും പ്രിയങ്കരനായ KC വേണുഗോപാലാണ്. ഇന്നത്തെ സ്ഥാനാർത്ഥി പര്യടനത്തിൻ്റെ ഉദ്ഘാടനമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാവ് എന്ന രീതിയിൽ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ വെച്ചിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ സംഘടനാപരമായ ഈ തെരഞ്ഞെടുപ്പ് ചുമതലകളുടെ ഏകോപനത്തിൻ്റെ ഭാഗമായി എടുക്കുന്ന തീരുമാനമാണ്. അതല്ലാതെ ഇതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുപോകലുമില്ല. ഇന്നലെ പങ്കെടുത്തില്ല എന്നുള്ളതും അല്ലെങ്കിൽ ബഹിഷ്കരിച്ചു എന്നുള്ളതൊക്കെ മാധ്യമ സൃഷ്ടികൾ മാത്രമാണ്. ഇന്ന് പോത്തുകലിൽ വെച്ച് തുടങ്ങുന്ന സ്ഥാനാർത്ഥിയുടെ പര്യടനം ഉദ്ഘാടനം ചെയ്യുന്നത് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. ആര്യാടൻ ഷൗക്കത്തും പാണക്കാട് കുടുംബവുമായി യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. അദ്ദേഹം നേരത്തെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളത് തീർച്ചയായും അദ്ദേഹം തിരുത്തുകയും പാണക്കാട് തന്നെ അദ്ദേഹം പോവുകയും ചെയ്തുകൊണ്ടുള്ള വലിയ ഒരു മെസ്സേജ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ തവണ ഈ സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം പാണക്കാട് ചെന്നിരുന്നു, അബ്ബാസ് അലി തങ്ങളെ കണ്ടിരുന്നു, മുനവർ അലി തങ്ങളെ കണ്ടിരുന്നു. അതിനു മുൻപ് സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം കൺവെൻഷൻ നിലമ്പൂരിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ഷൗക്കത്ത് ആ വേദിയിലുണ്ടായിരുന്നു. മുസ്ലിം ലീഗുമായി വളരെ നല്ല രീതിയിലുള്ള ഒരു റാപ്പോ നിലനിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഷൗക്കത്ത്. മറിച്ചുള്ളതൊക്കെ എതിരാളികളുടെ പ്രചരണം മാത്രമാണ്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഈ ചർച്ചകൾക്ക് തുടക്കമാകാനുള്ള ഒരു കാരണം പോലും. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വളരെ പ്രധാനപ്പെട്ട 2 പ്രോഗ്രാമുകളാണ്. ഒന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ ഉദ്ഘാടനമാണ്, മറ്റൊന്ന് സ്ഥാനാർത്ഥി പര്യടനത്തിൻ്റെ ഉദ്ഘാടനമാണ്. കോൺഗ്രസിൻ്റെ AICCയുടെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, ലോക്സഭയുടെ PAC ചെയർമാൻ, ഉജ്ജ്വലനായ നേതാവ് KC വേണുഗോപാൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി അതൊരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുന്ന, അദ്ദേഹം സംസാരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയോട് ചെയ്ത ചെയ്തികളെക്കുറിച്ചും ഇവിടെയുള്ള വികസനത്തിൻ്റെ കുറവുകളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ജനവിരുദ്ധമായ സർക്കാരിനെ കുറിച്ചുമൊക്കെ അതിശക്തമായി സംസാരിക്കാൻ, അത്തരമൊരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കാൻ KC വേണുഗോപാലിനെ പോലെ ഉജ്ജ്വലനായൊരു നേതാവ് വേണമെന്നുള്ള UDF തീരുമാനപ്രകാരമാണ് ആ പ്രോഗ്രാം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത്. അതേസമയം ഒരു സ്ഥാനാർത്ഥിയുടെ ഉപതെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പര്യടനത്തിൻ്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ പ്രധാനമുള്ള ഒന്നാണ്. ആ ഉദ്ഘാടനമാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നത്. ഇത് UDFിൻ്റെ ചില ധാരണകൾ പ്രകാരം കമ്മിറ്റി എടുത്തിട്ടുള്ള ഓരോരോ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുപോകലോ അതല്ലെങ്കിൽ അവഗണനയോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇല്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഞങ്ങളൊക്കെ മുസ്ലിം ലീഗുകാരാണ്. സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ വിട്ടുപോയിട്ടോ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെയോ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളെ വേണ്ടെന്ന് വെച്ചിട്ടോ അതല്ലെങ്കിൽ അവർ വരില്ലെന്ന് തീരുമാനിച്ചിട്ടോ ഞങ്ങളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഈ മാധ്യമങ്ങൾ കരുതുന്നുണ്ടോ? അവർക്ക് മുസ്ലിം ലീഗിൻ്റെ ഈ സംഘടനാപരമായ രീതികളെക്കുറിച്ച് അറിയില്ലേ? പാണക്കാട് കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾക്കൊരു അതൃപ്തിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു അനിഷ്ടമോ ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സാധാ പ്രവർത്തകൻ പോലും അത്തരം പരിപാടിയിൽ പങ്കെടുക്കില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ രീതി. ഞങ്ങളുടെ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാരാണ് അവരെ സംരക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് മറ്റൊരു സംരക്ഷണം ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള വാർത്തകൾ മുസ്ലിം ലീഗിൻ്റെ സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ചോ അതിൻ്റെ രീതികളെക്കുറിച്ചോ അറിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ബോധപൂർവം ഈ ഒരു വാർത്തയാക്കണമെന്ന ഉദ്ദേശം കൊണ്ടോ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗ് വളരെ ശക്തമായി തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ തവണ നിലമ്പൂർ ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. യെസ്, അപ്പോൾ ഒരു വിട്ടുപോകലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. ശരി, അപ്പോൾ ഇനി മറ്റൊരു കാര്യം ശ്രീ അഷ്റഫ് അലി, നമ്മൾ ഈ നിലമ്പൂരിൽ ഏറ്റവും വലിയ ചർച്ച, കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ വലിയ ചർച്ചാ കേന്ദ്രമായിരുന്നത് PV അൻവർ ആയിരുന്നു. PV അൻവർ സ്വീകരിച്ച നിലപാട്, PV അൻവറിൻ്റെ തുടരെയുള്ള വാർത്താ സമ്മേളനം ഒക്കെയായിരുന്നു. ഇപ്പോൾ ഒടുവിൽ PV അൻവർ നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ചിരിക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയിട്ടുമുണ്ട്. ഈ PV അൻവർ വിഷയത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടി പക്വമായൊരു നിലപാട് സ്വീകരിക്കണമായിരുന്നു. അങ്ങനെ ഒരു നിലപാട് ലീഗിനുണ്ടോ? കാരണം PV അൻവറിനെ പരമാവധി മുന്നണിയിലേക്ക് എത്തിക്കാൻ ലീഗ് ആവുന്നത്ര പരിശ്രമിച്ചതാണ്. അല്ല, അതിൽ PV അൻവറാണ് പക്വമായ നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥിയെ PV അൻവർ സ്വയം പ്രഖ്യാപിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഹൈക്കമാൻഡ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും അതിനെക്കുറിച്ച് എതിരഭിപ്രായം പറയുക, ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് മോശമായ പ്രചരണം നടത്തുക, ബഹുമാന്യായ KPCC നേതാവും UDFിൻ്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവും എല്ലാമായിട്ടുള്ള VD സതീശനെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ എങ്ങനെയാണ് UDF അക്കോമഡേറ്റ് ചെയ്യുക? UDF അദ്ദേഹത്തോട് പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തിരുത്തി പറയണം, നിങ്ങൾ ആ UDFിൻ്റെ നയനിലപാടുകളുടെ കൂടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് താങ്കൾക്ക് അസോസിയേറ്റ് അംഗത്വം നൽകി UDF നിങ്ങളെ സ്വീകരിക്കും. അതിനുശേഷം അദ്ദേഹത്തെ പെർമനൻ്റ് അംഗത്വം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് UDF ആലോചിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ശൈലിയും സ്വഭാവവും വെച്ച് ആ രീതിയിലല്ലാതെ UDFിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിന് അദ്ദേഹം വഴങ്ങിയില്ല എന്നുള്ളത് UDF എടുത്ത തീരുമാനം വളരെ കൃത്യമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും അധികം അപാകതകൾ സംഭവിച്ചിട്ടുള്ളത് PV അൻവറിനാണ്. അദ്ദേഹം LDFിൽ നിന്ന് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉയർത്തി കാണിച്ച് ഈ സർക്കാരിനെതിരെയുള്ള കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പിണറായിസം എന്നുള്ള ഒരു ടെർമിനോളജി തന്നെ കേരളത്തിൽ രംഗത്ത് കൊണ്ടുവന്ന് ഒക്കെ ഭയങ്കരമായ ഫൈറ്റ് നടത്തിയാണ്. അദ്ദേഹത്തിന്റെ കോഴ്സിനോട് അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളോട് വാർത്താ സമ്മേളനത്തിലൊക്കെ ആദ്യം VD സതീശൻ പിണറായി വിജയൻ RSS നെക്സസ് ഉണ്ടെന്ന് പറയുന്നു. ഇന്നലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് VD സതീശൻ മുഹമ്മദ് റിയാസ് ഒരു നെക്സസ് ഉണ്ടെന്ന് പറയുന്നു. ഈ കൂടുതൽ തന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ഫോൺ സംഭാഷണങ്ങളടക്കം പല തെളിവുകളും TV വെച്ച് ജനങ്ങളെ കാണിക്കുമെന്നുള്ള ഭീഷണി മുഴക്കുന്നുണ്ട്. ഈ PV അൻവറിന്റെ ഈ ഭീഷണി രാഷ്ട്രീയം അത് ഏതെങ്കിലും തരത്തിൽ UDFിനെ ബാധിക്കാനിടയുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലും അത് ബാധിക്കില്ല. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശം UDFിനെതിരെയുള്ള എല്ലാ തെളിവുകളും അദ്ദേഹം പുറത്തു വിട്ടോട്ടെ. ആർക്കും ഒരു തരത്തിലുള്ള ബാധിക്കുന്ന പ്രശ്നവുമല്ല. ഇവിടെ PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ അദ്ദേഹം എന്ത് വിഷയങ്ങൾ ഉയർത്തി ആ വിഷയങ്ങൾ ഇവിടെ വിജയിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട അദ്ദേഹമാണ്. ആ രീതിയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ബദലായി UDFിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് പിറകോട്ട് പോകുന്നതാണ്. അത് അദ്ദേഹം ബോധപൂർവമാണോ CPMുമായി അദ്ദേഹം ഒരു അന്തർധാര ഉണ്ടാക്കിക്കൊണ്ടാണോ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് എന്നുള്ളത് ഇപ്പോൾ സംശയാസ്പദമായിരിക്കുകയാണ്. ആളുകൾക്കിടയിൽ ആ ചർച്ചയാണ്. കാരണം എന്താണ്, എന്തുകൊണ്ട് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പുണ്ടായി, ആ തെരഞ്ഞെടുപ്പുണ്ടാകാനുള്ള വിഷയങ്ങൾ എന്താണ്, ആ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞ അതേ വ്യക്തി അദ്ദേഹത്തോട് ആരും രാജിവെക്കാൻ സമ്മർദ്ദപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം രാജിവെക്കുന്നു. പിന്നെയും അദ്ദേഹം ആ
ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ UDF-നെതിരെ തിരിഞ്ഞുകൊണ്ട് മത്സരിക്കുന്നു. ഇതൊരു വിരോധാഭാസമാണ്. ഈ വിരോധാഭാസം എടുത്ത് ജനങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല. നിങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളുടെ അടുത്തേക്ക് പോയി ഒരു സർവേ നടത്തി നോക്കൂ. ഇന്നലെ PV അൻവറിൻ്റെ റോഡ് ഷോയിൽ എത്ര പേരുണ്ട് എന്ന് അന്വേഷിച്ച് നോക്കൂ. ഇതാണ് ചിത്രം. ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് വാർത്താ സമ്മേളനങ്ങളിലൂടെ മാത്രം ഇങ്ങനെ നിറഞ്ഞു നിന്നാൽ അത് മുഴുവൻ നിലമ്പൂരിലൊരു ചിത്രമാണ് എന്നൊക്കെ ധരിക്കുന്നത് മൗഢ്യമാണ്. അത്തരം ആളുകൾക്ക് ജൂൺ 23 ഏറ്റവും നല്ല ഫലം കാണിക്കുന്ന ദിവസമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അഷ്റഫ് അലി, ഒരു കാര്യം കൂടി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഈ റാലിയിലാണെങ്കിലും അദ്ദേഹം നടത്തിയ കൺവെൻഷനിലാണെങ്കിലും ഇന്നലെ KC വേണുഗോപാൽ നേതൃത്വത്തിൽ എല്ലാ UDF നേതാക്കളും അണിനിരുന്ന റാലിയിലാണെങ്കിലും കൺവെൻഷനിലാണെങ്കിലും ഒക്കെ PV അൻവർ എന്നൊരു വിഷയം പോലും ഒരു നേതാക്കളും അവിടെ പരാമർശിക്കുകയോ പരിഗണിക്കപ്പെടുകയോ ഒന്നും ചെയ്തില്ല. അതിനർത്ഥം നിലമ്പൂരിലെ പോര് അത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ മാത്രമുള്ളതാണ് എന്നൊരു വ്യക്തമായ സൂചനയാണോ ഇരു വിഭാഗത്തെയും നേതാക്കൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്? ഒന്നാമതായി ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന ആ ഒരു പ്രയോഗത്തോട് തന്നെ എതിർപ്പുള്ളയാളാണ് ഞാൻ. UDF LDF എന്ന രീതിയിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. കാരണം ഞങ്ങളൊന്നും അത്ര വലിയ വലതുപക്ഷമോ തീവ്ര വലതുപക്ഷമോ ഒന്നുമല്ല. അത് വേറൊരു കാര്യം. ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് LDF UDF ഫൈറ്റാണ്. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്രസക്തമാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉയർത്തിക്കൊണ്ടേയിരിക്കുന്ന അതിശക്തമായ ഈ സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ, രാഷ്ട്രീയപരമായി ഈ സർക്കാർ ഈ നാടിനോട് ചെയ്തിട്ടുള്ള ചെയ്തികൾ, ഇവിടുത്തെ വികസനത്തോട് ഈ സർക്കാർ ചെയ്തിട്ടുള്ള പുറംതിരിഞ്ഞു നിൽക്കൽ, കഴിഞ്ഞ 9 വർഷമായി ഈ നാട് നേരിടുന്ന അവഗണന, അതുപോലെ തന്നെ കേരളത്തോട് പൊതുവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൻ്റെ ജനദ്രോഹപരമായ നടപടികൾ, ഇത്തരം കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് UDF നടത്തുന്നത്. അതുപോലെ തന്നെയായിരുന്നു LDF. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഡയറക്റ്റ് ഫൈറ്റാണ്, LDF UDF ഫൈറ്റാണ്. അതാണ് ഇന്നത്തെ ഒരു പബ്ലിക് മീറ്റിങ്ങോടുകൂടി വളരെ കൃത്യമായിട്ടുള്ളത്. വരും നാളുകളിൽ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമായി വരുന്നതോടുകൂടി ബാക്കി എല്ലാവരും അപ്രസക്തമായി പോകുന്ന രൂപത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നിലമ്പൂരിൽ കാണാൻ സാധിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ അഷ്റഫ് അലി. നമുക്കിപ്പോൾ ചേർന്നതിന് എനിക്കറിയാം അങ്ങേക്ക് ഒരുപാട് തിരക്കുള്ള ഒരു ദിവസം കൂടിയാണിന്ന്. അതിനിടയിലും സമയം കണ്ടെത്തി നമുക്കിപ്പം ചേർന്നതിന് ഒരുപാട് സന്തോഷം. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. സെയിം ടു യു. ഓക്കെ.